ഗോവിന്ദചാമി ജയിൽ ചാടിയ രീതി വിശദമായി പരിശോധിച്ച സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് ഗോവിന്ദചാമിക്ക് ജയിലിന്റെ അഴിമുറിക്കുക എളുപ്പമല്ലെന്ന് സമിതി അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മണ്ണുത്തി-ഇടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവച്ചതിന് പിന്നാലെയാണ് നടപടി. 11 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ അമ്പലൂരിലെ അടിപ്പാത നിർമ്മാണം എങ്ങും എത്തിയില്ല. സുപ്രീംകോടതി ഇടപെട്ടിട്ടും കുലുക്കമില്ലാതെ ദേശീയപാത അതോറിറ്റി. ദുരിതം തീരാതെ യാത്രക്കാരും വ്യാപാരികളും. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടൽമാക്രി ശല്യം രൂക്ഷം. കടൽമാക്രി ശല്യം രൂക്ഷമായതോടെ കടലിൽ പോകാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ പൂപ്പത്തിയിലെ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. സാങ്കേതിക തടസ്സത്തിൽ കുരുങ്ങിയതോടെ പണം കിട്ടാതെ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ചു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഗോവിന്ദചാമി ജയിൽ ചാടിയ രീതി വിശദമായി പരിശോധിച്ച് സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് ഗോവിന്ദചാമിക്ക് ജയിലിന്റെ അഴിമുറിക്കുക എളുപ്പമല്ലെന്ന് സമിതി അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. മുൻ DGP ജേക്കബ് പുന്നൂസ്, ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ എന്നിവർ അടങ്ങിയ രണ്ടംഗ സമിതിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ 2 ദിവസം പരിശോധന നടത്തിയത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ഉൾപ്പെടെ സംസ്ഥാനത്തെ ജയിലുകളിലെ സാഹചര്യം പഠിക്കാൻ മുഖ്യമന്ത്രിയാണ് രണ്ടംഗ സംഘത്തെ ചുമതലപ്പെടുത്തിയത്. ജയിൽ ചാടിയ രീതി സമിതി വിശദമായി പരിശോധിച്ചു. ജയിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി. സുരക്ഷാ വീഴ്ചയുണ്ടെന്ന വിലയിരുത്തലിലാണ് സമിതി. സെല്ലിന്റെ കമ്പി മുറിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൽ അവ്യക്തതയുണ്ട്. 4 കമ്പികളുടെ 2 അറ്റവും മുറിച്ചിട്ടുണ്ട്. കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് നല്ല ബലമുള്ള കമ്പി മുറിച്ചു മാറ്റാൻ കഴിയില്ല. വൈദഗ്ധ്യമുള്ള ഒരാൾ മുറിച്ച പോലെയാണ് കാണപ്പെടുന്നത്. ഇത്രയും ദിവസമെടുത്ത് കമ്പികൾ മുറിച്ചു മാറ്റിയത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് സമിതിയുടെ ചോദ്യം. ഇതുൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച വ്യക്തമാക്കുന്ന റിപ്പോർട്ടാകും സർക്കാരിന് നൽകുക. സംസ്ഥാനത്തെ മറ്റ് ജയിലുകളിലെ സാഹചര്യങ്ങളും രണ്ടംഗ സമിതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക് TCV. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പേരാമ്പ്ര അടിപ്പാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡുകളിൽ റീടാറിംഗ് ആരംഭിച്ചു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ സർവീസ് റോഡുകളിലൂടെ ഭാരവാഹനങ്ങൾ അടക്കമുള്ളവ നിരന്തരമായി കടന്നുപോകുന്നതുമൂലം പലയിടത്തും കുഴികൾ രൂപപ്പെടുകയും റോഡ് ദുർബലമാകുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ റീടാറിംഗ് നടത്തുന്നത്. ഓണനാളുകളിലെ ട്രാഫിക് വർധനവും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് റീടാറിംഗ്. പാലേക്കര ടോൾ നിർത്തലാക്കിയതിനെതിരായ ഹർജി സുപ്രീംകോടതി തള്ളിയ നടപടി സ്വാഗതാർഹമെന്ന് ഹർജിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത്. സുപ്രീംകോടതിക്ക് ജനങ്ങളുടെ വികാരം മനസ്സിലാവുകയും ജനങ്ങളുടെ ദുരിതം കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത് ജനങ്ങളുടെ വിജയമാണെന്നും ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. 4 ആഴ്ചയ്ക്കകം മണ്ണുത്തി-ഇടപ്പള്ളി റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും അതൊന്നും പാലിക്കാതെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും തിരക്കിട്ട് സുപ്രീംകോടതിയെ സമീപിക്കുകയായിരുന്നുവെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. എന്നാൽ സുപ്രീംകോടതി വിധി വന്നിട്ട് ഹൈക്കോടതി വിധി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും യാതൊരുവിധ പണികളും ദേശീയപാത അതോറിറ്റിയോ കരാർ കമ്പനിയോ വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ കരാറെടുത്ത PST കമ്പനിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീംകോടതി പറഞ്ഞത് നിങ്ങൾ റോഡ് നന്നാക്കുക, എന്തിനാണ് അപ്പീലായിട്ട് വന്നതെന്ന് ചോദിച്ചു. മാത്രമല്ല, ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ അവിടെ ആ തീരുമാനമെടുക്കുന്ന ജഡ്ജിമാരിൽ 2 പേർക്ക് വ്യക്തിപരമായി ഈ റോഡിനെ കുറിച്ച് ഒരു ധാരണയുള്ള ഒരു കേസ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി വരുന്നത്. അവർക്ക് 2 ആൾക്കും ആ റോഡിൽ ദുരവസ്ഥ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞത് ആ റോഡ് അത്രയും ദുരിതമാണ്, ജനങ്ങൾക്ക് വലിയ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന റോഡാണെന്ന് പറഞ്ഞത്. അപ്പോൾ സുപ്രീം കോടതി വിധി ഇന്നലെ വന്നു. ഇന്നും അവർ ടാറിങ്ങിന്റെ പരിപാടികൾ തുടങ്ങിയിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതി വിധിയിൽ 2 കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റോഡ് കംപ്ലീറ്റ് സർവീസ് റോഡ് ടാർ ചെയ്ത് ഗതാഗതം സുഗമമാക്കണമെന്നും അങ്ങനെ ടാർ ചെയ്ത് കുഴികൾ അടയ്ക്കുന്ന പണികൾ ഈ കരാർ കമ്പനി ചെയ്യുന്നത് ഹൈക്കോടതി മോണിറ്റർ ചെയ്യണമെന്നും സുപ്രീം കോടതി വിധിയിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഹൈക്കോടതി പറഞ്ഞ 4 ആഴ്ച അടുത്ത മാസം 2-ാം തീയതിക്കുള്ളിൽ കഴിയും. അപ്പോൾ ആ കാലാവധിക്കുള്ളിൽ ഈ മണ്ണുത്തി മുതൽ എടപ്പള്ളി വരെയുള്ള റോഡിലെ കുഴികൾ അടച്ച് സർവീസ് റോഡ് ബലപ്പെടുത്തി പൂർണ്ണമതമായ തോതിൽ ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ച് ഈ ടോൾ നിർത്തലാക്കിയ 4 ആഴ്ച വീണ്ടും നീട്ടാൻ ഞങ്ങൾ ഹർജി കൊടുക്കും. ദേശീയപാത ടോൾ വിഷയത്തിൽ മന്ത്രിക്കും MLAയ്ക്കും MP-ക്കുമെതിരെ യൂത്ത് കോൺഗ്രസ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം CPM-ഉം ജനകീയ വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്ന് ആക്ഷേപം.
ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ ടോൾ നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് NHAI അധികൃതർ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ മൗനം സംശയാസ്പദമാണ്. 2 തവണ കേസ് സുപ്രീം കോടതിയിൽ വാദത്തിനെടുത്തപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹാജരായില്ല. ഇത് കമ്പനിയെ സഹായിക്കാനാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ആരോപിച്ചു. 2 തവണ ഈ കേസ് സുപ്രീം കോടതിയിൽ വാദത്തിന് വന്നു. 2 തവണയും സർക്കാരിന്റെ ഒരു ഭാഗം പറയാൻ അവിടെ ഒരാൾ പോലും ഉണ്ടായില്ല. 544 ഈ ടോളുമായി ബന്ധപ്പെട്ട ദേശീയപാത പാലേക്കരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇതുവരെയില്ല. അത് ജനങ്ങളോട് സ്വീകരിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം. നേരത്തെ ടോൾ പിരിവ് നിർത്തിവെച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് പിന്നീട് പിൻവലിക്കാനുണ്ടായ സാഹചര്യം സംസ്ഥാന സർക്കാരും കമ്പനിയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ്. വിഷയത്തിൽ ദേശീയപാത കടന്നുപോകുന്ന മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയായ റവന്യൂ മന്ത്രി K രാജനും പുതുക്കാട് MLA KK രാമചന്ദ്രനും ജനങ്ങൾക്കൊപ്പം നിന്ന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയില്ല. ജനകീയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ ഇരുവരും മാപ്പ് പറയണം. ദേശീയപാത 544 നിർമ്മാണത്തിൽ ആക്ഷേപമില്ല എന്ന കമ്പനിയുടെ വാദം സർക്കാർ അറിവോടെയാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജനീഷ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് ദേശീയപാത 544 നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആക്ഷേപമില്ല എന്നുള്ള തരത്തിലുള്ള വാദം ഉൾപ്പെടെ അവിടെ കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. സംസ്ഥാന ഗവൺമെന്റിന് യാതൊരുവിധ ആക്ഷേപമില്ല എന്ന കമ്പനിയുടെ വാദം സംസ്ഥാന സർക്കാരിന്റെ അറിവോട് കൂടിയാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. വോട്ടുകൊള്ള വിഷയത്തിന് സമാനമായി ടോൾ വിഷയത്തിലും തൃശൂർ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിശബ്ദത പാലിക്കുകയാണ്. സമാനമായ വിട്ടുനിൽക്കലാണ് CPM-ഉം CPI-യും വിഷയത്തിൽ നടത്തുന്നതെന്നും ജനീഷ് കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ വീഴ്ചകൾക്കും അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കുമെതിരെ നിയമപോരാട്ടം തുടരുമെന്നും ജനീഷ് അറിയിച്ചു. TCV തൃശൂർ. എറണാകുളം തൃശൂർ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം യാത്രക്കാരുടെ ദുരിതം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ബെന്നി ബെഹനാൻ MP റെയിൽവേ സഹമന്ത്രി നവനീത് സിംഗിന് നിവേദനം നൽകി. എറണാകുളം തൃശൂർ റൂട്ടിൽ പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്നും നിലവിലുള്ള പാസഞ്ചർ സർവീസുകളിൽ കോച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നും MP നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. 11 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം എങ്ങും എത്തിയില്ല. സുപ്രീം കോടതി ഇടപെട്ടിട്ടും കുലുക്കമില്ലാതെ ദേശീയപാത അതോറിറ്റി. ദുരിതം തീരാതെ യാത്രക്കാരും വ്യാപാരികളും. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ആമ്പല്ലൂർ ഉൾപ്പെടെയുള്ള അടിപ്പാതകളുടെ നിർമ്മാണം മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിൽ ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതിയുടെ നടപടി ശരിവെച്ച സുപ്രീം കോടതി വിധി വന്നിട്ടും യാത്രാ ദുരിതം പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും തയ്യാറാകുന്നില്ല. 11 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. കരാർ കാലാവധി കഴിഞ്ഞിട്ടും ബോക്സ് നിർമ്മാണം മാത്രമാണ് നിലവിൽ പൂർത്തിയായത്. അടിപ്പാതയുടെ മുകളിലൂടെയുള്ള അനുബന്ധ റോഡ് എന്ന് നിർമ്മാണം തുടങ്ങുമെന്ന് ദേശീയപാത അതോറിറ്റിക്ക് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. മഴ പെയ്തതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതെന്നാണ് ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ നൽകുന്ന വിശദീകരണം. സെപ്റ്റംബർ പകുതിയോടെ നിർമ്മാണം ആരംഭിക്കുമെന്നും അതിനു മുന്നോടിയായി മണ്ണിന്റെ ഉറപ്പ് പരിശോധിക്കുമെന്നും അധികൃതർ പറയുന്നു. ഗതാഗതക്കുരുക്കിനോളം തന്നെ ദുരിതം പേറുകയാണ് ആമ്പല്ലൂരിലെ വ്യാപാരികൾ. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ കച്ചവടം നടത്താൻ കഴിയാത്ത അവസ്ഥയാണിവർക്ക്. മഴ പെയ്താൽ കുണ്ടും കുഴിയും നിറഞ്ഞ സർവീസ് റോഡിലെ ചെളിവെള്ളം കടകളിലേക്ക് തെറിക്കും. വെയിലായാൽ പൊടിശല്യത്താൽ പൊറുതിമുട്ടും. ഓണമെടുത്തതോടെ കച്ചവടമില്ലാതാകുമെന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. 300 മീറ്ററോളം സർവീസ് റോഡ് ടാറിംഗ് നടത്തിയാൽ പൊടിശല്യത്തിനും ഗതാഗതക്കുരുക്കിനും ആശ്വാസമാകുമെങ്കിലും അധികൃതർ അതിന് തയ്യാറാകുന്നില്ലെന്ന് വ്യാപാരിയായ KT പിയൂസ് പറഞ്ഞു. ഈ ഓണത്തിനാണ് ഏറ്റവും കൂടുതൽ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുക. അത് ഒരു മനുഷ്യന് പോലും ഇവിടേക്ക് കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഗതാഗത കുരുക്കുകളും അല്ലെങ്കിൽ ഇവിടുത്തെ പൊടിശല്യവും മറ്റും. ഈ ഓണത്തിനും കൂടി ഈ വ്യാപാരികളുടെ പ്രതീക്ഷ പോയാൽ ഇവിടെ പല വ്യാപാരികളും ആത്മഹത്യയുടെ വക്കിലാണ് നിലനിൽക്കുന്നത്. ഇതൊക്കെ ചെറിയ കാര്യമാണ് ശരിക്കും. ഒരു 300 മീറ്ററോളം ഒന്ന് റോഡ് ടാർ ചെയ്ത് കിട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് കുറച്ച് അറിവുള്ളവരെ കൊണ്ട് ഒന്ന് ഈ പണിയെടുപ്പിച്ചാൽ ഇന്ന് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശത്തെ തകർത്ത് തരിപ്പണമാക്കിയ ദേശീയപാത അതോറിറ്റിക്കും നിർമ്മാണ കമ്പനിക്കും കോടതികളിൽ നിന്ന് കനത്ത തിരിച്ചടി കിട്ടിയിട്ടും യാതൊന്നും കൂസാതെയുള്ള നിലപാടാണ് ഇവരുടേത്. TCV ന്യൂസ്, പുതുക്കാട്. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനക്കക്കടവ് തീരത്ത് കടൽ മാക്രികളുടെ വിളയാട്ടം. വലകൾ നശിപ്പിച്ചതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. വലയെറിയുമ്പോൾ മീനിനു പകരം കുടുങ്ങുന്ന കടൽമാക്രികൾ വല മുഴുവൻ കടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വലകളാണ് നശിച്ചത്. 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പൊട്ടിയ വലകൾ തുന്നിച്ചേർക്കുന്നത്.
ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. എന്നാൽ സീസണായിട്ടും കടൽമാക്രികളുടെ ശല്യം കാരണം കടലിൽ പോകാൻ കഴിയാത്തതിന്റെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. വിവരമറിഞ്ഞ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ പറഞ്ഞു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും ഏതാണ്ട് 100-ൽ പരം വള്ളങ്ങൾ ഈ കടവത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ വലകളൊക്കെ റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളി സമൂഹം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത വലിയ ദുരന്തത്തെ നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഭരണാധികാരികൾ മത്സ്യത്തൊഴിലാളികളെ പരിരക്ഷിക്കാൻ ഇതിൻ്റെ നഷ്ടവും കഷ്ടവും കണക്കാക്കി മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. മുഹമ്മദീൻ, KK വേദുരാജ്, KD വീരമണി, AM അലാവുദ്ദീൻ, C മുസ്താഖ് അലി, അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. സാങ്കേതിക തടസ്സത്തിൽ കുരുങ്ങിയതോടെ പണം കിട്ടാതെ കരാറുകാരൻ ഉപേക്ഷിച്ച കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ പൂപ്പത്തിയിലെ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. ഭരണാനുമതി ലഭിക്കാതെ ടെൻഡർ നടത്തി കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും പണം കിട്ടാത്തതിനാൽ കരാറുകാരൻ ഉപേക്ഷിക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനാസ്ഥയിലാണ് ഭരണാനുമതി ലഭിക്കാതെ ടെൻഡർ നടത്തിയത്. VR സുനിൽകുമാർ MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്നത്. മുൻ വർഷത്തെ പദ്ധതിക്ക് സർക്കാരിന്റെ പ്രത്യേക അനുമതി നേടിയ ശേഷമാണ് നടപടികൾ തുടങ്ങിയത്. ഈ പ്രത്യേകാനുമതി ഭരണാനുമതിയായി കണക്കാക്കിയതാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് പിഴവുണ്ടായത്. 2022 ഒക്ടോബർ 22-നാണ് നിർമ്മാണം തുടങ്ങിയത്. കരാറുകാരനായ സിൽവി റോച്ച നിർമ്മാണത്തിനായി 18 ലക്ഷം രൂപ ഇതിനകം ചിലവഴിച്ചിട്ടുണ്ട്. ഇതിൽ 8.47 ലക്ഷം രൂപയുടെ ആദ്യ ബില്ല് നൽകിയത് അനുവദിക്കാതെ വന്നപ്പോഴാണ് നിർമ്മാണം ഉപേക്ഷിച്ചത്. 2 വർഷമായി നിർമ്മാണം നിലച്ചപ്പോൾ കെട്ടിടം കാടുകയറിയ അവസ്ഥയിലാണ്. ഇനി മേൽക്കൂര, കോൺക്രീറ്റിംഗ്, പ്ലാസ്റ്ററിംഗ്, ജനൽപാളികൾ നിർമ്മിക്കൽ എന്നിവയാണ് ശേഷിക്കുന്നത്. ആദ്യ ബില്ല് നൽകിയ ശേഷം 6 മാസം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമില്ലാതായപ്പോഴാണ് കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ചത്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയായതിനാൽ കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും കഴിയില്ല. കരാറുകാരൻ രേഖാമൂലം കത്ത് നൽകിയാണ് നിർമ്മാണം ഉപേക്ഷിച്ചിരിക്കുന്നത്. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ 1982 ആരംഭിച്ച ഖാദി നൂല് നെയ്ത്ത് കേന്ദ്രത്തിന്റെ പ്രതാപകാലം അവസാനിച്ചിരിക്കെയാണ് പുതിയ കെട്ടിടം നിർമ്മാണം തുടങ്ങിയത്. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഈ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. TCV ന്യൂസ്, മാള. കയ്പമംഗലം കൂരിക്കുഴിയിൽ എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. ഇന്ന് രാവിലെയാണ് സംഭവം. കൊപ്രാക്കളം ഭാഗത്തു നിന്നുമാണ് എരുമ ഓടി വന്നത്. സലഫി നഗർ, കൂരിക്കുഴി 18 മുറി, പഞ്ഞംപള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എരുമ വിരണ്ടോടിയത്. എരുമ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പറയുന്നു. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. വടക്കാഞ്ചേരിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 12 ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിൽ യുവതി പിടിയിലായി. PG സ്വദേശിനി ശ്രീപ്രിയയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തിയ യുവതി 188 ഗ്രാം മുക്കുപണ്ടം പണയം വെച്ച് 12,35,000 രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. വടക്കാഞ്ചേരി SI K ശരത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് യുവതിയെ പിടികൂടിയത്. അരണാട്ടുകരയിലും വടൂക്കരയിലും കവർച്ച നടത്തിയ സ്ത്രീ പേരാമംഗലം മനപ്പടിയിലും മാലമോഷണം നടത്തി. തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ആഴ്ചകളുടെ ഇടവേളകളിൽ തുടർച്ചയായി കവർച്ച നടത്തിയിട്ടും പോലീസിന് ഇവരെ പിടികൂടാനായിട്ടില്ല. ഈ സ്ത്രീയുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അരണാട്ടുകരയിലും വടൂക്കരയിലും വീട്ടുജോലിക്ക് സഹായിക്കാനെന്ന വ്യാജേന എത്തിയാണ് ഇവർ കവർച്ച നടത്തിയത്. ഇത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. പേരാമംഗലം മനപ്പടിയിലും വീട്ടുജോലിക്ക് സഹായിക്കാനെന്ന വ്യാജേന എത്തിയാണ് മാല കവർന്നത്.
ടൂറിസം സർക്യൂട്ടിന്റെയും അന്താരാഷ്ട്ര സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെയുള്ള പുത്തൂരിന്റെ വികസനത്തിന് ആക്കം കൂട്ടുന്ന മാന്നാമംഗലം മൾട്ടിപർപ്പസ് തിയേറ്റർ കോംപ്ലക്സിനുള്ള ഭൂമിയുടെ രേഖ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് കൈമാറി. മാന്നാമംഗലം വില്ലേജിൽപ്പെട്ട 1 ഏക്കർ റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ് സാംസ്കാരിക വകുപ്പിന് കൈമാറിയത്. ഓരപ്പൻകെട്ട് വെള്ളച്ചാട്ടം, പീച്ചി ഡാം, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അന്താരാഷ്ട്ര പൂന്തോട്ടം, ചിത്രശലഭ മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, കായൽ ടൂറിസം, കച്ചിത്തോട്, വല്ലൂർ കുത്ത്, ചിയാരം, വാക്കിംഗ് സ്ട്രീറ്റ് തുടങ്ങി ഒല്ലൂർ മണ്ഡലത്തിലെ പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ചേർന്നതാണ് ഒല്ലൂർ ടൂറിസം സർക്യൂട്ട്. തൃശൂർ നാട്ടികയിൽ കൗതുകവും വേദനയും നിറച്ച ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. നാട്ടിക SN കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ 2ാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത്. പ്രസവിക്കാറായ പശു അസ്വസ്ഥത കാണിച്ചപ്പോൾ ഒരു സഹായിയെ വിളിച്ചു. തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചുവരുത്തി പശുക്കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. 2 തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നാട്ടിക മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തി പശുക്കുട്ടിയെ പരിശോധിച്ചു. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 30 വർഷമായി ഗണേശനും ഭാര്യയ്ക്കും പശു വളർത്തലുണ്ട്. നിരവധി ആളുകൾ പശുക്കുട്ടിയെ കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. TCV ന്യൂസ്, തൃപ്രയ. മാക്സികൾ തയ്ക്കുന്ന തിരക്കിലാണ് മരത്തങ്കോട് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാർക്ക് ഓണക്കോടിയായി നൽകാനാണ് ഇവർ മാക്സികൾ തയ്ക്കുന്നത്. സ്കൂളിലെ NSS വോളണ്ടിയർമാരും സൂചിയനൂലും എന്ന പേരിലുള്ള തയ്യൽ യൂണിറ്റിലെ അംഗങ്ങളുമായ ഹംദ, റോമിത്, ലിയ, നിവേദ്യ കൃഷ്ണ, മിസ്ന എന്നിവരാണ് മാക്സികൾ തയ്ക്കുന്നത്. ചിറമനേങ്ങാട് കനിവ വൃദ്ധസദനത്തിലെ 20 മുത്തശ്ശിമാർക്കാണ് ഇവർ ഓണക്കോടിയായി മാക്സികൾ സമ്മാനിക്കുന്നത്. വിനീത മിസ് ഇതുപോലെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളെ ലാബ് അസിസ്റ്റന്റ് ലിജി ചേച്ചി തുണിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടി. ഇപ്പോ ഞങ്ങൾ അളവെടുക്കാൻ വേണ്ടി പോയപ്പോ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ തയ്ച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീതിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. പ്രോഗ്രാം ഓഫീസർ രേഷ്മ പടിക്കവളപ്പിൽ, പ്രിൻസിപ്പൽ V സ്മിത, ലാബ് അസിസ്റ്റന്റ് ലിജി തോമസ് എന്നിവരും സഹായത്തിനുണ്ട്. PTA, MPTA, SMC കമ്മിറ്റികളുടെ സഹകരണവും ഇവർക്ക് പ്രോത്സാഹനമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഇതോടൊപ്പം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനവുമാണ് NSS യൂണിറ്റ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. GHSS മരത്തങ്കോടിലെ NSS യൂണിറ്റ് പ്രധാന ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നതാണ്. അതിനുവേണ്ടി നമ്മളുടെ NSS കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് NSS യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മളുടെ കുട്ടികളെ നമ്മളുടെ NSS യൂണിറ്റിലൂടെ സ്വയം പര്യാപ്തരാക്കുകയും സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുകയും എന്നതാണ് നമ്മളുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വ്യത്യസ്തമായ ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടത്തിയിട്ടുള്ളത്. ഈ ഓണം വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരോടൊത്ത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് NSS വിദ്യാർത്ഥികൾ. TCV ന്യൂസ്, എരുമപ്പെട്ടി. അടച്ചുപൂട്ടിയ അളഗപ്പ NTC മിൽ തുറന്ന് പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ മാനേജ്മെന്റ് ജീവനക്കാരെ തടഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തുടർന്ന് മില്ല് ഗേറ്റിന് മുൻപിൽ തൊഴിലാളികൾ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITC യൂണിയൻ ജനറൽ സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 8 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകുക, പിരിഞ്ഞുപോയവർക്ക് ഗ്രാറ്റുവിറ്റി നൽകുക, ESI ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. 5.5 വർഷമായി അടച്ചുപൂട്ടിയ അളഗപ്പ ടെക്സ്റ്റൈൽ മില്ല് ഉൾപ്പെടെയുള്ള NTC മില്ലുകൾ തുറന്ന് പ്രവർത്തിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെടണമെന്ന് യൂണിയനുകൾ ആവശ്യപ്പെട്ടു. CITU യൂണിയൻ ജനറൽ സെക്രട്ടറി ആന്റോ ഇല്ലിക്കൽ, M തുളസീദാസ്, K രാധാകൃഷ്ണൻ, MG ജുനീഷ്, ER മുരളി തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് കഴിഞ്ഞ ദിവസം പുഴയിൽ വീണ ബൈക്ക് യാത്രികനെ കണ്ടെത്താനായില്ല. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ടീമുമാണ് കനോലി കനാലിൽ തിരച്ചിൽ നടത്തിയത്. പൊന്മാനിക്കുടം പുനക്കെത്തറ ബാബുരാജിന്റെ മകൻ അഖിൽരാജിനെയാണ് ഇന്നലെ രാത്രി പുഴയിൽ കാണാതായത്. അഖിൽരാജ് ബൈക്ക് ഓടിച്ചു വന്ന നേരെ പൊന്മാനിക്കുടം കടവിൽ കനോലി കനാലിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. ശോചനീയാവസ്ഥയിലായ എറവ് മൃഗാശുപത്രിയിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് ഡോക്ടർ അടക്കമുള്ള 4 വനിതകൾ. ഇടയ്ക്കിടെ കയറി വരുന്ന പാമ്പുകളെ പേടിച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത്.
അരിമ്പൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള എറവിലെ മൃഗാശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കുന്നില്ല. മൃഗാശുപത്രിയിൽ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും പലപ്പോഴും പാമ്പുകൾ ഇഴഞ്ഞെത്താറുണ്ട്. ആശുപത്രിയോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി. മൃഗാശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്തും എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ്. ക്ഷേത്രം ഭാരവാഹികൾ കേസിന് പോയത് കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. 2021-22 ഫണ്ട് വെച്ചുകൊണ്ട് നിർമ്മാണത്തിന് വന്ന പണിക്കാരെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തത്. പഞ്ചായത്ത് ഇപ്പോഴും അതിൻ്റെ നിർമ്മാണത്തിന് അതല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ തയ്യാറാണ്. അതിനുശേഷം നിയമപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എതിരായിട്ടുള്ള വിധി വന്നാൽ അത് ആ തരത്തിൽ ആ വിധിക്കനുസരിച്ച് പോകുവാനും പഞ്ചായത്ത് തയ്യാറാണ്. 2 മുറികൾക്ക് മാത്രമാണ് മൃഗാശുപത്രിയിൽ സീലിംഗ് ഉള്ളത്. ബാക്കിയുള്ള ഭാഗം ഷീറ്റ് മേഞ്ഞതാണ്. ഇതിന്റെ പല ഭാഗവും അടിഭാഗം പട്ടിക ദ്രവിച്ച് തലയിൽ വീഴാവുന്ന സ്ഥിതിയിലാണ്. ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നികുതി അടയ്ക്കുന്നതടക്കം തങ്ങളാണെന്നും മൃഗാശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്ന് അറിയിച്ചിട്ടും പഞ്ചായത്ത് അധികൃതർ ചെവി കൊണ്ടില്ലെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കളക്ടർ ഇടപെടുകയും ജില്ലാ കളക്ടർ ഇടപെടുകയും അതനുസരിച്ച് ഈ ഭൂമിയുടെ കാലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്രം കമ്മിറ്റി അടച്ചു വരുന്നതാണ്. ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിൻ്റെ റിപ്പയർ കാലാകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ആ വർക്ക് നടക്കാത്തത്. മൃഗങ്ങളുമായി എത്തുന്നവർക്ക് കാര്യമായ മറ്റ് അസൗകര്യങ്ങളോ മരുന്നിന് ക്ഷാമമോ ഇല്ലെങ്കിലും ആശുപത്രി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് അപകട സാധ്യത ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്ക് ജനങ്ങൾക്ക് ദുരിതമാകുന്നതായി പരാതി. ഇരുചക്ര വാഹനങ്ങൾ വീഴുകയും മറ്റു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതുമായാണ് പരാതി. ചെറുതുരുത്തി പൈങ്കുളം വഴി ചേലക്കരയിലേക്ക് പോകുന്ന റൂട്ടിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വാഹനങ്ങൾ വേഗം കുറയ്ക്കാൻ വേണ്ടിയാണ് റെയിൽവേ അധികൃതർ സ്പീഡ് ബ്രേക്ക് സംവിധാനം ഒരുക്കിയത്. എന്നാൽ പൈങ്കുളം ഭാഗത്തുനിന്ന് ചെറുതുരുത്തി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് 2 ഹമ്പുകൾ ആദ്യം റെയിൽവേ റോഡിൽ ഒരുക്കിയിരുന്നു. ഇതുകൂടാതെയാണ് പുതിയ ഹമ്പും സ്ഥാപിച്ചിരിക്കുന്നത്. റിഫ്ലക്ഷൻ ലൈറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഒരുക്കാത്തതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. പുലരിയിലെ കേരള ലക്ഷ്മി മിൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി ഫെഡറേഷന്റെ പിക്കറ്റിംഗ് സമരം നടത്തി. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. CITU നേതാവ് K. ബാബു അധ്യക്ഷത വഹിച്ചു. ജോയ് C. ജോസ്, PV രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര. ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. വാർത്തയിലേക്ക്. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സഹകരണ നയത്തിനെതിരെ തൃശൂർ BSNL ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സഹകാരികളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ നടത്തിയ ധർണ LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ ട്രഷറർ ലതാ ചന്ദ്രൻ, T. നരേന്ദ്രൻ, E. സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് വിദ്യാർത്ഥികൾ റോബോട്ടിക്സ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച സൃഷ്ടികൾ ശ്രദ്ധേയമാകുന്നു.
ദേശീയ ഗാനത്തിന്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്ന ദേശീയ പതാകയാണ് ഇതിനകം വൈറലായി മാറിയത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തന നേട്ടം കൈറ്റ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ അൻവർ സാദത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി രംഗത്തെത്തിയത്. മാലിന്യ സംസ്കരണത്തിനായി അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് വേസ്റ്റ് ബിന്നും പുതുമയായി. കൈ അടുത്തെത്തുമ്പോൾ സ്വയം തുറന്ന് മാലിന്യം സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചത്. ഹരിതമിഷന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾക്ക് മാതൃകയാക്കുവാൻ കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയും. ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ സന്തോഷ്, സ്മിത എന്നിവർ നൽകിയ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവുമാണ് ഈ വിജയങ്ങൾക്ക് പിന്തുണയായത്. 2018-19 വർഷം പാലക്കാട് ജില്ലയിൽ മികച്ച 2ാമത്തെ യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ ചാലിശ്ശേരി സ്കൂൾ റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. രാജ്യത്ത് വിഭാഗീയത വളർത്താൻ ഇന്നത്തെ ഭരണാധികാരികൾ ശ്രമിക്കുകയാണെന്ന് മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ. മാറുന്ന ലോകത്തിനനുസരിച്ച് ഇന്ത്യക്ക് കരുത്തേകിയ നേതാവായിരുന്നു രാജീവ് ഗാന്ധിയെന്നും അദ്ദേഹം പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനത്തിന്റെ ഭാഗമായി DCC സംഘടിപ്പിച്ച സദ്ഭാവനാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. ഒ. അബ്ദുറഹ്മാൻ കുട്ടി, ജോസ് വളൂർ, TV ചന്ദ്രമോഹൻ, സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ, ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പെരുവള്ളൂർ പുല്ലൂർ സ്വദേശി പരേതനായ പൂവന്ത്ര കുട്ടൻ മകൻ 56 വയസ്സുള്ള ജോഷിയാണ് ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്നത്. ദൈനംദിന ചിലവുകൾക്ക് പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. ആശുപത്രിയിൽ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്തു വരികയാണ്. വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സയും നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായി ഏകദേശം 15 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ ഈ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ല. ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്നതിന് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ TG പ്രവീൺ ചെയർമാനും PK ഷമ്മികുമാർ കൺവീനറും PG ബാജീബ് ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സഹായങ്ങൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഷീന ജോഷിയുടെ പേരിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുല്ലശ്ശേരി ബ്രാഞ്ചിലുള്ള 55110201 0013 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ നൽകണം. TCV ന്യൂസ്, പാവർട്ടി. പാലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന വേദൻ ബസ്സും കൊടുങ്ങല്ലൂരിലേക്ക് പോകുകയായിരുന്ന ശില്പി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. വെങ്ങണിശ്ശേരി റോഡിൽ നിന്ന് അമിത വേഗത്തിലെത്തിയ കാറാണ് അപകടത്തിന് ഇടയാക്കിയത്. വാണിജ്യം. വീട് മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രധാന പർച്ചേസ് ഹബ്ബായി ചാലക്കുടി മാറുകയാണ്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ വീടിനുള്ള പെയിന്റ് തേടിയെത്തുന്നത് കേരള പെയിന്റ്സിന്റെ ചാലക്കുടി ഫാക്ടറി ഔട്ട്ലെറ്റിലാണ്. സാധാരണ പെയിന്റുകളിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം പ്രത്യേകതകളുമായാണ് ഈ മലയാളി സംരംഭം കേരളത്തിലാകെ ശ്രദ്ധ നേടുന്നത്. കേരളത്തിൽ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പെയിന്റുകളാണ് കേരള പെയിന്റ്സിലുള്ളത്. അതോടൊപ്പം യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാത്തത് കേരള പെയിന്റിനെ ഏറെ ജനപ്രിയമാക്കുന്നു. പരിസ്ഥിതി സൗഹൃദമായി നൂതന ടെക്നോളജിയിൽ നിർമ്മിക്കുന്നതിനാൽ കൂടുതൽ കവറേജ് ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ പെയിന്റിന്റെ അളവ് വളരെ കുറച്ചു മാത്രം മതിയെന്നും കേരള പെയിന്റ്സ് ചെയർമാൻ ജോസഫ് ലിജോ പറഞ്ഞു. ഞങ്ങൾ സത്യത്തിൽ ഒരു ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു പെയിന്റ് കൊണ്ട് എന്തൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മനുഷ്യന് ദോഷമില്ലാത്ത ഒരു പെയിന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഒരു എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള, അത് ഒപ്പം തന്നെ കൂടുതൽ കവറേജ് കിട്ടുന്ന, മണമില്ലാത്ത, എല്ലാവരുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു പെയിന്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കൂടുതൽ കവറേജ് കിട്ടുന്ന, മണമില്ലാത്ത, ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത കേരള പെയിന്റ് എല്ലാ വാറന്റിയോടും കൂടിയാണ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. വൈറ്റ് സിമെന്റിനും പ്രൈമറിനും പകരമായി ഉപയോഗിക്കുന്ന പ്രത്യേകതരം സീലർ പ്രൈമർ എന്ന പുതിയ പ്രോഡക്റ്റിനും വൻ ഡിമാൻഡാണ്. വിലക്കുറവിൽ കവറേജ് കൂടുതൽ ലഭിക്കുന്ന പെയിന്റ് ചാലക്കുടിയിൽ നിന്നും ലഭ്യമായതോടെ ആവശ്യക്കാർ ഏറുകയും ചെയ്തു. ഇതോടെ കേരളത്തിലുടനീളം ഹോം ഡെലിവറി നൽകാനുള്ള സംവിധാനങ്ങളും കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫാക്ടറി നേരിട്ട് നടത്തുന്ന ഔട്ട്ലെറ്റ് ആയതിനാൽ ഇടനിലക്കാരില്ലാതെ ലഭിക്കുന്ന വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് ആളുകൾ എത്തുന്നത് ചാലക്കുടിയുടെ വ്യാപാര മേഖലയ്ക്ക് പ്രയോജനം ചെയ്യും. കേരള പെയിന്റ്സിനെ ബന്ധപ്പെടാനുള്ള നമ്പർ 8111840193.
ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണ്ണ ഗ്രാമിന് 9,180 രൂപ, പവന് 73,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവിന്ദചാമി ജയിൽ ചാടിയ രീതി വിശദമായി പരിശോധിച്ച സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതി. പോലീസ് കണ്ടെടുത്ത ആയുധം ഉപയോഗിച്ച് ഗോവിന്ദചാമിക്ക് ജയിലിന്റെ അഴിമുറുക്കുക എളുപ്പമല്ലെന്ന സമിതി അംഗം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി ശരിവെച്ചതിന് പിന്നാലെയാണ് നടപടി. 11 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം എങ്ങും എത്തിയില്ല. സുപ്രീംകോടതി ഇടപെട്ടിട്ടും കുലുക്കമില്ലാതെ ദേശീയപാത അതോറിറ്റി. ദുരിതം തീരാതെ യാത്രക്കാരും വ്യാപാരികളും. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടൽ മാക്രീ ശല്യം രൂക്ഷം. കടൽ മാക്രീ ശല്യം രൂക്ഷമായതോടെ കടലിൽ പോകാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ പൂപ്പത്തിയിലെ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. സാങ്കേതിക തടസ്സത്തിൽ കുരുങ്ങിയതോടെ പണം കിട്ടാതെ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.